ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മിഥുനം രാശിക്കാർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന ഒരു രാശി മാറ്റത്തെക്കുറിച്ചിട്ടാണ്. അതായത് വ്യാഴത്തിൻ്റെതായ രാശിമാറ്റം. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകൾക്കൊക്കെ പരിപൂർണമായ ഒരു വിജയത്തെ പ്രാപ്തമാക്കുന്ന ഒരു കാലഘട്ടമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യാഴം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് സംശയം ഒന്നും തന്നെ വേണ്ട. ഇപ്പോൾ മിഥുനം രാശിക്കുള്ളിൽ പാതകമായ നിലയിൽ ഇരിക്കുന്ന, അതായത് ജന്മ വ്യാഴമായിട്ടിരിക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അതായത് 12 വർഷത്തിലൊരിക്കലാണ് ഇതുപോലെ രാശിക്കുള്ളിൽ വ്യാഴം കടക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കർക്കിടകം രാശിക്ക് 12 വർഷത്തിലൊരിക്കൽ വരുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം ആരംഭമാകുന്നു. അപ്പോൾ മിഥുനം രാശിയെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവമായ ധനം, കുടുംബം, വാക്ക് എന്ന സ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെതായ ആ ഒരു ഭാവത്തെ കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതുവരെ ഒരു സീറോ ഗ്രൗണ്ടിലായിരുന്ന വ്യാഴം, അതായത് ഒരു വിധത്തിലും ഉപയോഗമില്ലാതിരുന്ന വ്യാഴം ഇനി പരിപൂർണമായ ബലത്തോടുകൂടി പൂർണ്ണമായ ആക്ടിവേഷനാണ് ആ ഒരു ഭാവത്തിലേക്ക് വരുന്നത്. അതായത് പൂർണ്ണമായ ബലം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരു ഭാവം 2-ാം ഭാവമായ ധനം, വാക്ക്, കുടുംബം എന്ന സ്ഥാനത്തേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ഒരു തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അതായത് വാക്ക് കൊടുത്തിട്ട് പാലിക്കാൻ പറ്റാത്ത സാഹചര്യം മിഥുനം രാശിക്കുള്ളിലുള്ള മകയിരം, തിരുവാതിര, പുണർന്നം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും ഗുണകരമായ മാറ്റമാണ് വ്യാഴം നൽകാനായിട്ടിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായി കേട്ടതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. 100% നിങ്ങൾക്ക് ഈ വരുന്ന വർഷം ജൂണിന് ശേഷമുള്ള ഒരു വർഷക്കാലം അപാരപ്പെട്ട രീതിയിലുള്ള ഒരു നല്ല വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയും. വ്യാഴം എപ്പോഴും നല്ല ഒരു ഗ്രഹമായിട്ട് പറയപ്പെടുന്നുവെങ്കിലും മിഥുനത്തിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. കാരണം ബുധനുമായിട്ട് ഈ വ്യാഴത്തിന് വലിയ തോതിലുള്ള ബന്ധങ്ങളൊന്നും ഇല്ല. പരസ്പരം വിദ്വേഷികളാണ് എന്നുള്ളതാണ്. അതായത് ഈ മിഥുനം രാശിയുടേതായ ആധിപത്യം കൊണ്ട ഗ്രഹം ബുധനാണ്. അപ്പോൾ ബുധൻ മീനം രാശിയിലാണ് നീചമായി മാറുന്നത്. അത് വ്യാഴത്തിൻ്റെതായ സ്വന്തം വീട് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഡബിൾ മൈൻഡായിരിക്കും, പല കാര്യങ്ങളും രണ്ട് വിധത്തിൽ ചിന്തിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ധാരാളം തന്ന് നമ്മളെ പ്രശ്നങ്ങളെ കൊണ്ട് ചാടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. മിഥുനം രാശിയിൽ പിറന്ന ഒരു 10% പേരെങ്കിലുമായിരിക്കും ഒരു നല്ല ഫലത്തിലൂടെ ഇരിക്കുക. കാരണം ഇവിടെ കേന്ദ്രാധിപത്യ രീതിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു ജാതകമൊക്കെ ആണെങ്കിൽ കുടുംബം അടിച്ച് പിരിഞ്ഞ് എപ്പോഴെന്ന് ചോദിച്ചാൽ മതിയാവും. അതുപോലെ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. ധനപരമായ രീതിയിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ബാധകമായി വരുന്ന സാഹചര്യമാണ്. തൊഴിലിടങ്ങളിൽ ആരെയൊക്കെ കൈപിടിച്ച് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കും. സുഹൃത്തുക്കൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ എവിടെയും എന്തിനും പ്രശ്നങ്ങൾ തന്ന് മകയിരത്തിനാണെങ്കിൽ ധാരാളം ധനപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളെ കൊടുത്ത് കടത്തിനു മേൽ കടം കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യം. ഈ തിരുവാതിരയ്ക്കാണെങ്കിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടീസിൻ്റെതായ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്ന് അകാരണമായ ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ കൊടുത്ത് കുടുംബത്തെ തല്ലിപ്പിരിച്ച് കോടതിയിൽ കൊണ്ടുപോയി നിർത്തുന്ന സാഹചര്യങ്ങൾ. ഈ പുണർവ്വത്തിനാണെങ്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് 100% വരുന്ന ഒരു സാഹചര്യമാണ്. ഏത് വഴിക്ക് തിരിഞ്ഞാലും പ്രശ്നങ്ങളായിരിക്കും. ഈ കേന്ദ്രാധിപത്യ യോഗത്തോടിരിക്കുന്ന വ്യാഴം ജാതകത്തിലേക്ക് വന്നാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കർക്കിടകം രാശിയിൽ വരുന്ന വ്യാഴത്തിന് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുമോ എന്ന് വ്യക്തമായി തന്നെ കേട്ട് മനസ്സിലാക്കി അതിൻ്റേതായ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പോകണം എന്നാണ് എനിക്ക് പറയാൻ. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജന്മ ജാതകത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം അതിൻ്റെതായ ഒരു ഫലത്തെ നിശ്ചയിക്കാനായിട്ട്. വ്യാഴത്തിൻ്റെതായ സ്ഥിതി, ബുധൻ്റെതായ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങളുടേതായ ജാതകത്തെ ഗണിച്ചിട്ട് വേണം ഈ രാശിഫലത്തെ കണക്കിലെടുക്കാനായിട്ട്. എന്ത് ആയാൽ തന്നെ ഈ 90% പേർക്ക് കൊടുത്ത വാക്ക് പരിപൂർണമായിട്ടും പാലിക്കാൻ കഴിയുന്ന ഒരു വർഷമായി തന്നെ ഇരിക്കുമെന്നുള്ളതിന് സംശയം ഒന്നും വേണ്ട. അത് ഏതൊരു ഭാവത്തിലിരുന്നാലും ശരി, കൊടുത്ത വാക്കിൻ്റെ ഒരു 50% പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിലൊക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക്, ഇതുവരെ ഏതെങ്കിലുമൊക്കെ ടെൻഡറുകളൊക്കെ കിട്ടാനൊക്കെ കാത്തിരുന്നവർക്ക് അത് കിട്ടും. പുതിയ ജോലികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ കൊടുത്തിട്ടുള്ളവർക്ക് അതിനും വഴികൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് ലഭ്യമാകുകയും ഒക്കെ ചെയ്യും. ധനപരമായ രീതിയിൽ, ബാങ്ക് പരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ലോണുകളൊക്കെ പാസ്സാകാനുണ്ട്, പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ തീർപ്പായി നിങ്ങൾക്ക് വന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയൊക്കെയാണ്.
അപ്പോൾ ധനപരമായ രീതിയിലുള്ള മുന്നേറ്റത്തിനായിട്ടുള്ള മാർഗ്ഗങ്ങളും വഴികളും ഈ പറയുന്ന ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം കൊണ്ട് ഈ രാശിക്കാർക്ക് എന്തായാലും ഉണ്ടാകും. ഇതുവരെ അതായത് നല്ല രീതിക്ക് ബിസിനസ്സൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥാപനം പൊടുന്നനെ അതായത് പിടിച്ചു കെട്ടിയതുപോലെ തന്നെ മണ്ണിട്ട് മൂടിയതുപോലെ തന്നെ ആയിപ്പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവിടേക്ക് തന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്. തീർച്ചയായിട്ടും അതിനുള്ള ധനവും വഴികളും ഒക്കെ കിട്ടും. നിങ്ങളിൽ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്ന വിരോധമായ മനോഭാവമൊക്കെ മാറി അനുകൂലമായി വന്ന് ധനപരമായ രീതിയിലുണ്ടായിരുന്ന തടസ്സങ്ങളായി നിന്നവരൊക്കെ തന്നെ നിങ്ങൾ അനുകൂലമായി വരികയും അത് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെയും വരും. കുടുംബത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കും. വിവാഹം പോലുള്ള നല്ല കാര്യങ്ങളും മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കും. അതിനായിട്ട് നിങ്ങൾക്ക് പണമൊന്നും കയ്യിലില്ലെങ്കിൽ തന്നെയും അതിനുള്ള പണമൊക്കെ ഈ വർഷം അതായത് ഈ വരുന്ന ജൂൺ മാസം മുതൽ അടുത്ത വർഷത്തെ ജൂൺ മാസം വരെ വ്യാഴത്തിൻ്റെ നില അങ്ങനെ തന്നെ. ഇതിനിടയ്ക്ക് കുറച്ച് വക്രമായി പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യം വരില്ല. 100% വ്യാഴം നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് പരിപൂർണമായും അനുകൂലമായിട്ട് തന്നെയായിരിക്കും നിൽക്കുക. അതായത് വ്യാഴം ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നൽകിയാലും അത് താൽക്കാലികം മാത്രമായിരിക്കും. ഇവിടെ 10ാം ഭാവമായിട്ട് വരുന്നത് മീനം രാശിയാണ്. അവിടെയാണ് ഇപ്പോൾ ശനി ഭഗവാന്റേതായ ഒരു ഇടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്ന സമയത്ത് 9ാം ഭാവമായിട്ട് അത് വരും. വ്യാഴത്തിന് 9ാം ഭാവമായിട്ട് ഭാഗ്യസ്ഥാനമായിട്ട് വരും. അപ്പോൾ തൊഴിലിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളും വഴികളുമൊക്കെ തുറന്നു കിട്ടും. ഇതുവരെ ഏതെങ്കിലും രീതിയിൽ തൊഴിൽപരമായ രീതിയിൽ ഒരു അപ്രോച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നടക്കാതിരുന്നെങ്കിൽ 100% നിങ്ങൾക്കതൊക്കെ നടന്നു കിട്ടും. കാര്യം ഭാഗ്യസ്ഥാനമായ ഇടത്താണ് ശനി ഇരിക്കുന്നതുകൊണ്ട് ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും പതിയുന്നതുകൊണ്ട് ഇവിടെ നീതിപൂർവമായ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എന്നിരുന്നാൽ തന്നെയും ഇത് നടക്കും എന്ന് പറയുമ്പോൾ തന്നെയും ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ നിങ്ങളെ വല്ലാത്ത രീതിയിൽ പിടിച്ച് കെട്ടുന്ന വലിച്ചു മുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് നമുക്ക് ഇനി നിലനിൽപ്പില്ല എന്നൊരു സാഹചര്യത്തെ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പാതകമായ ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായി നിൽക്കുന്നവർ പ്രതികൂലമായി മാറുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇപ്പോൾ നിൽക്കുന്നവർ കുറച്ചുകൂടി കാഠിന്യത്തെ കൂട്ടും. അത് ഒരല്പം ജാഗ്രതാപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മൗനം പാലിച്ച് മുന്നിലേക്ക് പോകാനും ഒക്കെയുള്ള മനസ്സ് കാട്ടിയാൽ 100% അതിൽ നിന്നും മുക്തി നേടി നിങ്ങൾ ശരിയായ പാതയിലേക്ക് എത്തും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇപ്പോൾ വന്നിട്ട് തുലാം രാശിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വേളയിൽ പൂർവ്വപുണ്യസ്ഥാനമായ 5ാം ഭാവമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ 6ാം ഭാവമായ ഇടമാണ് ഈ വൃശ്ചികം രാശി. അപ്പോൾ വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ ഋണ രോഗ ശത്രുസ്ഥാനം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യതകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് കഴിയില്ല. ധാരാളം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങൾ തന്ന്, ടോർച്ചർ തന്ന്, ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഒക്കെ തന്ന് ചിലർക്ക് തന്നെ ആത്മഹത്യയ്ക്ക് പോലും ചിന്തിച്ച ഒരു സാഹചര്യം വരെ കൊണ്ട് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഋണ രോഗ ശത്രുസ്ഥാനം. ഇന്ന് നന്നായിട്ടിരുന്നവർ നാളെ ശത്രുവായി മാറിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കർക്കിടകത്തിലേക്ക് വ്യാഴം വരുന്ന വേളയിൽ അത് പൂർവ്വപുണ്യസ്ഥാനമായ 5ാം ഭാവമായിട്ട് വരികയും വൃശ്ചികം രാശിയിലേക്ക് ദൃഷ്ടി പതിക്കുകയും ചെയ്യുന്ന സമയത്ത് ഋണ രോഗ ശത്രു എന്ന ഭാവം അവിടെ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറും. അതായത് ഈ രോഗാവസ്ഥകളൊക്കെ മാറും, മാനസികമായ ടെൻഷനൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കടബാധ്യതകളൊക്കെ തീർത്തു വരാനായിട്ടുള്ള വഴികളും മാർഗങ്ങളും ഒക്കെ തെളിയും. നിങ്ങളെ ശത്രുവായിട്ട് കണ്ടവർ അത് തെറ്റായിരുന്നു, അത് അങ്ങനെ പാടില്ലായിരുന്നു, നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് തിരികെ അടുത്തു വന്ന് നിങ്ങൾക്ക് വീണ്ടും നന്മയ്ക്കായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളും അവിടെ വരും. അതുപോലെ 7ാം ഭാവമായിട്ട് വരുന്നത് മകരം രാശിയാണ്. മകരം രാശി ശനിയുടെ വീടായതുകൊണ്ട് തന്നെ ഇതുവരെ വിവാഹമൊക്കെ നടക്കാതെ ഇരുന്ന അല്ലെങ്കിൽ നടക്കും എന്ന് കരുതിയിരുന്ന വിവാഹങ്ങളൊക്കെ തന്നെ വേണ്ട എന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങളൊക്കെ പരിപൂർണമായിട്ടും ഈ വരുന്ന 2026 ഈ കാലഘട്ടം ജൂൺ മാസം മുതൽക്ക് നിങ്ങൾക്ക് അനുകൂലമായി വരും. തീർച്ചയായിട്ടും കുടുംബത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഇതുപോലെ എന്തെങ്കിലും IVFൻ്റെ ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിപൂർണമായ ഒരു രീതിയിലേക്ക് വരികയും 100% അവിടെ നല്ല ഫലങ്ങളൊക്കെ. കാര്യം വ്യാഴം എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടേതായ ഒരു സ്ഥാനത്തെ കുറിക്കുന്ന ഒരു ഗ്രഹമാണ്. 100% അത്തരം കാര്യങ്ങളും ശുഭകരമായി തന്നെ നിങ്ങൾക്ക് വരും. 9ാം ഭാവം എന്ന് പറയുന്നത് മീനം രാശി. എന്തും ഏതും മറയ്ക്കപ്പെടുന്ന രാശി. അപ്പോൾ മീനം രാശി കാലചക്രത്തിൻ്റെ 12ാം രാശിയായിട്ടുണ്ട്. എന്തും ഏതും മറച്ചു വയ്ക്കപ്പെടും. മുന്നിലുള്ള വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക.
തൊഴിലിടങ്ങളിലാണെങ്കിൽ ശരി, നിങ്ങൾ അറിയാതെ ചില അനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങളെ പ്രശ്നത്തിലേക്ക് മാറ്റിവിടുക. കുടുംബത്തിലുള്ളവർ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുക. എവിടെയും മറയ്ക്കപ്പെടുന്ന ഒരു ഭാവം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 9ാം ഭാവമായിട്ട് ദൃഷ്ടി അവിടെ വരുമ്പോൾ 100% നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പരിപൂർണമായ സൊല്യൂഷൻ അടുത്ത ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഗുണകരമായ ഒരു വർഷമായിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കണം. കാരണം ചന്ദ്രൻ്റേതായ സ്വന്തം ഇടമാണ് ഈ കർക്കിടകം രാശി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആദ്യത്തെ 15 ദിവസം നല്ലതും 15 ദിവസം വീണ്ടും ഷോർട്ടേജായി വരുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ 15 ദിവസം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വരുമാനങ്ങളാണെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കണം. വാവിട്ട വാക്കുകൾ ഒന്നും തന്നെ പറയാതിരിക്കണം. നിങ്ങളുടേതായ കുടുംബ കാര്യത്തെക്കുറിച്ചോ തൊഴിൽ കാര്യത്തെക്കുറിച്ചോ ഒന്നും ആരോടും പറയരുത്. പുതിയതായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ആരോടും വെളിപ്പെടുത്തരുത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ മതിയാവും. ധനപരമായ കാര്യങ്ങൾ, ഇത് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോകുന്നു, എനിക്ക് ഇന്ന രീതിയിലൊക്കെ ബിസിനസ് പരമായി എനിക്ക് പണമൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരോടും പോയി പറയരുത്. അതായത് 2ാം ഭാവത്തെക്കുറിച്ച് ഒരിക്കലും ആരോടും പറയരുത്. അത് കർക്കിടകം രാശിയാണെങ്കിലും ശരി പറയരുത്. ചിങ്ങം രാശിയാണെങ്കിൽ 12 രാശിയും 2ാം ഭാവത്തെക്കുറിച്ച് ആരോടും പറയരുതെന്നുള്ള ഒരു വസ്തുത എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഗുണകരമായ മാറ്റങ്ങളാണ്. ധനം, കുടുംബം, വാക്ക് 100% നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നേറ്റം വരും. തിരുവാതിര നക്ഷത്രക്കാരുടേതായ കോടതി കേസ്, വഴക്കുകൾ, പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ 100% അനുകൂലമായി, അതായത് വീണ്ടും ഒന്നിച്ച് ചേരണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾക്ക് അനുകൂലമായി വരുന്ന സാഹചര്യമാണ്. മുതിർന്നവർ, വ്യാഴമെന്ന് പറഞ്ഞാൽ അത് ഉപദേശിയാണ്, ഗുരുവാണ്. അപ്പോൾ മുതിർന്ന ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. മകയിര നക്ഷത്രക്കാരെ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനായിട്ട് സ്വന്തം മക്കളായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടോ നിങ്ങൾക്കൊരു നല്ല ഒരു അനുകൂലം വരികയും അത് ഗുണകരമായ ജീവിതത്തിലേക്ക് മാറ്റത്തിനുള്ള വഴി തുറക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിപാലിച്ച് പോയാൽ വളരെയധികം വിജയം ലഭിക്കും. അതുപോലെ തന്നെ ഈ പുണർന്ന നക്ഷത്രക്കാർക്കും 100% വിജയത്തിൻ്റെ കാലമാണ്. കാര്യം വ്യാഴത്തിൻ്റെതായ ഒരു നക്ഷത്രമാണ് ഈ പുണർവം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും. നിലവിലുള്ള ഈ ഒരു സമയം നമുക്ക് എന്തും ഏതും സ്ട്രെസ്സ് തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു കാലഘട്ടം ആയി മാറട്ടെ ഈ വ്യാഴമാറ്റം എന്ന് പറയുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മകളുണ്ടാകും. ശുഭം.